ആർക്കോ വേണ്ടി കൊട പിടിക്കണം. പറഞ്ഞോ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചന്തയില് സാധനം മേടിക്കാൻ വന്നത്. എന്റെ ഒപ്പം തന്നെ അൽഫിതയുണ്ട്, അഖിലുണ്ട്, പിന്നെ ക്യാമറമാൻ മഴയിലിട്ട് പോയിക്കണം. അതെ പോകുന്ന വഴിക്കിട്ട് ഇവിടെ. നിന്റെ പേരെന്താണ്? തന്തൂരി ചിക്കൻ കബാബ്. അഖിലിന്റെ ഇടയ്ക്ക് കാണും. അരി സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അഖിലെ വീട്ടിൽ 5 കിലോ അരി. എത്ര മാസത്തേക്കുള്ളതാണ്? 1 മാസം. ദിസ് ഇസ് 5 കിലോ റൈസ് ഫോർ 1 month. ഇതെന്താ പയർ വരിക? കുറച്ച് പരിപ്പ്. സാധനങ്ങളൊക്കെ വാങ്ങി 3 കിലോ ഫോർ 1 month. അതൊക്കെ കടലൊക്കെ കോസ്റ്റ്ലി ആണ്. എന്തുവാ? ജീരകം വാങ്ങി ഇവിടെ. പൊടി 32,000 മുട്ടയുണ്ട്, 35,000 മുട്ടയുണ്ട്. എനിക്ക് 32,000 മതി. കുഞ്ഞു മുട്ടയാണോ അത്? മുട്ട മുട്ടയോ? സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ? വലുത് മാത്രം അല്ലേ? ഇതെന്തോ വലുപ്പം എന്തോ ഡിഫറൻസ് എന്തോ സെയിം അല്ലേ? അതാർക്കറിയാം? ഡക്കാണോ? വെളുത്തായതുകൊണ്ടായിരിക്കും അത് ബ്രോയിലർ. നമ്മൾ ഏത് കോഴി വാങ്ങണം? അല്ലെ കോഴി മറ്റേ കുതിര ഇളകുന്നത്. ജാക്കറ്റ് വാങ്ങി ബാക്കിലോട്ട് നിൽക്കേ. അശ്വതി ജാക്കറ്റ് വാങ്ങി, റൈസ് വാങ്ങി. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയാതെ. രണ്ടുപേരും ജാക്കറ്റ് വാങ്ങിയിരിക്കുകയാണ്.
കറക്റ്റ് സൈസ് കിട്ടി അല്ലേ ശരി? കറക്റ്റ് സൈസ് കിട്ടി. കളർ ഇല്ലാത്ത അഭിപ്രായം പോയിരിക്കും. അതെ അതെ. എന്റെ എന്റെ കളർ കൊള്ളാം. ഇതിപ്പോ അഖിലക്ക് നമ്മള് ഷൂ നോക്കുക. അഖില ഷൂ നോക്കുക. അഖിലക്ക് ഷൂ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഷൂ കടയിൽ ഇരിക്കുക. സിമ്പിൾ എനിക്കൊരു ഇവരെല്ലാം ജാക്കറ്റ് വാങ്ങിയപ്പോ എനിക്കും ജാക്കറ്റ് വാങ്ങാനൊരിത് കാശില്ല. ഇതിപ്പോ എത്ര ലക്ഷത്തിന്റെ ജാക്കറ്റ്? ഇവന് നഷ്ടം. ഇവന് 3,30,000. പക്ഷെ എനിക്ക് കിട്ടി 3,00,000. അശ്വതിക്ക് ലാഭത്തിന് 3 ലക്ഷത്തിന്റെ ജാക്കറ്റ് കിട്ടി. പക്ഷെ ഇവന് 3.30 ലക്ഷത്തിന്റെ ജാക്കറ്റ്. വില പേശി വരണതാണെന്നൊക്കെ. ഓക്കെ, മീനാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്, റോഡ് കുഴിച്ചിട്ട് ചെടി നട്ടു വെച്ചിരിക്കുന്നത്. അപ്പൊ ബൈ ശ്രേയസ്, ബൈ.